ഭാര്യമാര് തെറ്റിപ്പോയാൽ, ഇഷ്ടപ്പെടുന്ന സ്ത്രീ പിരിഞ്ഞു പോയാൽ, അവങ്ങനെ നമ്മൾക്ക് വേണ്ടതായിട്ടുള്ള ആ സൗഹൃദങ്ങളുള്ള സ്ത്രീകളൊക്കെ പിരിഞ്ഞു പോയാൽ കാമദേവനെ മോഹിക്കുന്ന പോലെ തിരിച്ചു വരാനുള്ള ഒരു പ്രയോഗമാണ് ഈ പറയുന്നത്. വശ്യപ്രയോഗമാണ്. ഈ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് പ്രയോഗിക്കാൻ പാടുള്ളൂ. ഈ വശ്യകർമ്മം ദുർവിനിയോഗം ചെയ്യരുത്. കാരണം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യ നമ്മളിൽ നിന്നും അകന്നു പോവുക അല്ലെങ്കിൽ ഇഷ്ടമില്ലാതെ വരുന്ന അവസ്ഥ പല ആളുകളിലുണ്ട്. അത് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, കലഹങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ പരസ്പരം ചേരായിക വരുന്ന പല പല വിഷയങ്ങളിൽ ദമ്പതികൾ വർഷങ്ങളോളം ജീവിച്ച് പിരിയുന്നവരുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ കാമുകി, ഇഷ്ടപ്പെടുന്ന പ്രണയിക്കുന്ന സ്ത്രീകൾ ഇതുപോലെ നമുക്ക് കുറേ കാലം നമ്മുടെ പണമായിട്ടും ശാരീരികവും മാനസികവുമായിട്ടും നമ്മളിൽ നിന്നും കൈപ്പറ്റി ജീവിച്ച് നമുക്ക് എന്തെങ്കിലും പോരായിക വരുന്ന സമയത്ത്, നമ്മളിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാത്ത സമയത്ത്, അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ട് അഭിപ്രായ ഭിന്നത വന്നിട്ട് പിരിഞ്ഞു പോയ അങ്ങനെ കാമുകിമാരുണ്ടെങ്കിൽ അവരൊക്കെ വരുത്താവുന്ന ഒരു പ്രയോഗം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ. എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്ദ്ര മാതരിക വൈദ്യമഠം, കാർത്തിക ആയുർവേദിക് സംയോജനം, നമ്പിശമ്പടി. അങ്ങനെ തെറ്റിപ്പോയ ഏതെങ്കിലും സ്ത്രീകൾ, നമ്മളെ ഭാര്യ നമുക്ക് കുറെ കാലങ്ങൾ ഇത്രയും ഒരുമിച്ച് ജീവിച്ചിട്ടും അവര് നമ്മളിൽ നിന്നും അകന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഇന്നത് ഏറ്റവും കൂടുതലാണ്. അത് ദാമ്പത്യപരമായിട്ടുള്ള ജീവിതം കിട്ടാതെ വന്നാല്, സാമ്പത്തികമായിട്ട് നമുക്ക് കടബാധ്യത വന്നു കഴിഞ്ഞാൽ, ബിസിനസ് ഒന്നുമില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ, വരുമാനമില്ലാത്തൊരവസ്ഥ വന്നാൽ, ആരോഗ്യപരമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ വന്നാൽ, അങ്ങനെ എന്തൊക്കെ ഭാര്യമാർക്ക് കിട്ടേണ്ട നേട്ടങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഒഴിഞ്ഞു പോകുന്നവരും മറ്റ് കാമസുഖങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു പോകുന്നവരുണ്ട്. പക്ഷേ നമുക്ക് അവരെ മറക്കാനോ ഒഴിവാക്കാനോ പറ്റാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ വശീകരിച്ചെടുക്കേണ്ടതായിട്ടുള്ള ഒരു അത്യാവശ്യം ആണ് എന്നുള്ളത് ആ കുടുംബത്തിന്റെ നിലനിൽപ്പും മറ്റു കാര്യങ്ങൾക്കും ആവശ്യമാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വേണ്ടി അവരെ എല്ലാ തരത്തിലുള്ള വിരോധങ്ങളും മാറി കാമദേവനെ പൂജിക്കുന്ന പോലെ, കാമദേവനോടുള്ള ആകർഷണം പോലെ, കാമദേവനെ മോഹിക്കുന്ന പോലെ, അങ്ങനെ എല്ലാ തരത്തിലുള്ള വശ്യ പവറും ഓടുകൂടി നമ്മളോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയോഗമാണ്. അപ്പോൾ ഇതിന്റെ ആവശ്യം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. ഈ ഒരു കാര്യം തന്നെ മറ്റു സ്ത്രീകളെ ദുർവിനിയോഗം ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഉപയോഗിക്കരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിക്കും. സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം ഒരു പവിത്രമായിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെയും അതുപോലെ ആത്മീയപരമായിട്ടും ദൈവികപരമായിട്ടും സ്ത്രീ ശാപം എന്ന് പറഞ്ഞാൽ തന്നെ സൃഷ്ടി നടക്കുന്ന അവൾ എന്നുള്ള പൂജനീയമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സ്ത്രീകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരെ ദുർവിനിയോഗമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, അവരുടെ മനസ്താപം വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് ദോഷമായിട്ട് വരും എന്നുള്ളത്. പുരുഷ ശാപം എന്ന് പറഞ്ഞിട്ട് ഒരു ശാപം തന്നെയല്ല, പക്ഷെ അന്ന് സ്ത്രീ ശാപം എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടേനും. അപ്പൊ പുരുഷന്മാരുടെ മനോവേദനയ്ക്ക് അനുസരിച്ച് ഭഗവാൻ അവർക്ക് കൊടുക്കും. പക്ഷെ എന്നിരുന്നാലും ആ ഒരു മഹത്വമുള്ള ഒരു വ്യക്തികൾ തന്നെ ഇന്നത്തെ കാലത്ത് അതിന്റെ പവിത്രത ഒന്നുമല്ലാതെ സ്വമേധയാൽ തന്നെ അവരുടെ സുഖങ്ങളും ഇഷ്ടങ്ങളും മോഹങ്ങളും നടക്കാതെ വരുമ്പോൾ ഭർത്താവും വേണ്ട മക്കളും വേണ്ട എന്ന് കരുതി മറ്റ് കാമുകന്മാരോടൊപ്പം ഒഴിഞ്ഞു പോകേണ്ടി വരുന്ന അവസ്ഥ. ആ ചിലപ്പോൾ മറ്റുള്ള ആളുകൾ വശ്യപ്രയോഗം ചെയ്തിട്ട് ചിലപ്പോൾ നമ്മുടെ ഭാര്യമാരെയോ സഹോദരിമാരെയോ കൊണ്ടുപോകുന്ന ഒരവസ്ഥ, അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സുകൊണ്ട് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു അവസ്ഥ ഫീൽ ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയാൻ പോകുന്നത്. ഈ പ്രയോഗം നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യത്തെ പ്രയോഗം ഇത് ഈ മന്ത്രം നമുക്ക് ശുദ്ധജലത്തിൽ തന്നെ ജപിച്ച് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അവർ ശുദ്ധമായ വെള്ളം എടുക്കുക. വെള്ളം എടുത്തതിന് ശേഷം അതിൽ നമ്മൾ ഈ മന്ത്രം 1008 തവണ ജപിച്ചതിന് ശേഷം ഇവർ കുടിക്കുന്ന വെള്ളത്തിൽ പകർത്തി കൊടുക്കലോ അല്ലെങ്കിൽ അവർ കുടിക്കാൻ വേണ്ടി കൊടുക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് നമ്മളോടുണ്ടാവുന്ന മനസ്സിലെ വൈരുദ്ധ്യങ്ങളൊക്കെ മാറി നമ്മളെ മോഹിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഇതേ മന്ത്രം തന്നെ നമുക്ക് ആടലോടക
വൃക്ഷത്തിൻ അല്ലെങ്കിൽ അത് പൊടിച്ചിട്ടോ, അശ്വഗന്ധം എന്ന് പറയും, അത് തന്നെയാണ് അമുക്കൂരം എന്ന് പറയും. ഈ രണ്ടിലും സമം എടുത്ത് പൊടിക്കുക. ആടലോടകം അതുപോലെ തന്നെ അശ്വഗന്ധം എന്ന് പറയുന്നതും അമുക്കൂരം എന്ന് പറയുന്നതും ഒരേ സാധനമാണ്. അപ്പോൾ ഈ അശ്വഗന്ധം അല്ലെങ്കിൽ എടുത്ത് ഈ രണ്ടും സമം എടുത്ത് പൊടിച്ച പൊടിയിൽ ഈ മന്ത്രം നമ്മൾ ജപിച്ചിട്ട് അവർക്ക് ഭക്ഷണ സാധനത്തിൽ ഇട്ടുകൊടുത്തു കഴിഞ്ഞാലും അവർക്ക് വശ്യമുണ്ടാവും എന്നുള്ളതാണ്. ദാമ്പത്യ സന്താന സുഖ സൗഭാഗ്യമാണ് ലോകത്തിലെ എല്ലാവരും മോഹിക്കുന്നത്. അങ്ങനെ മോഹിക്കുന്ന അതിൽ തന്നെ അവർക്ക് വേണ്ടതായിട്ടുള്ള ആ കാമശക്തി കുറഞ്ഞാൽ, അതുപോലെ തന്നെ സംരക്ഷണം കുറഞ്ഞാൽ, നമ്മളിൽ നിന്നുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ, മനസ്സമാധാനമില്ലാതെ വരുമ്പോൾ ഇവരൊക്കെ മാനസികമായിട്ട് അകൽച്ച വരും. ഇത് മറ്റൊരാളുടെ മാന്ത്രിക പ്രവൃത്തി കൊണ്ടാവാം, പല പല തരത്തിലുള്ള പ്രവൃത്തി കൊണ്ടും ഇങ്ങനെ ഒരു സംഭവം വരുന്നതാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ അതിൽ നിന്നും അകൽച്ചയിൽ നിന്നും ഒഴിവാക്കി നമ്മളിലേക്ക് തന്നെ, നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ ചേർക്കേണ്ടത് നമ്മൾ അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ വന്ന പാടിന് പൊയ്ക്കോട്ടെ എന്ന് വെക്കേണ്ടതല്ല. നമ്മളിപ്പോൾ ഭാര്യയ്ക്കൊരു രോഗം വന്നു, നമ്മൾ ചികിത്സിക്കുന്നത് പോലെ തന്നെയാണ് അവർക്ക് എന്തെങ്കിലും കാലക്കേട് കൊണ്ടോ പൈശാചികപരമായിട്ടോ വല്ല ദുർവികാര ദുർമോഹങ്ങളൊക്കെ വന്നിട്ട് നമ്മളുടെ കുടുംബപരമായിട്ട് നിന്നും മക്കളിൽ നിന്നും ഭർത്താക്കന്മാരിൽ നിന്നും അകന്നു പോകുന്ന സ്ത്രീകളെ ഒരുമിച്ച് നിർത്തേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റഗ്രാം വഴിയോ അല്ലെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ 10ാം ക്ലാസ്സിൻ്റെ കൂട്ടായ്മ, അതുപോലെ ഡിഗ്രിയുടെ കൂട്ടായ്മ, അതുപോലെ തന്നെ നാട്ടുകൂട്ടായ്മ, എല്ലാറ്റിനും ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പുകളിൽ തന്നെ ചില ആളുകൾ മാനസികമായിട്ട് അടുപ്പുണ്ടായിട്ട് തന്നെ ഒരുപാട് പേര് നമ്മുടെ കുടുംബം കലങ്ങിയിട്ട് വിളിക്കാറുണ്ട്. അതുപോലെ ജോലിക്ക് പോയി കൊടുത്തുന്നത്. അപ്പം നമ്മളുടെ സൗന്ദര്യത്തിനെയും പണത്തിനെയും കണ്ട് ആ സ്ത്രീകളെ വശീകരിച്ച് മുതലെടുക്കാൻ വേണ്ടി മറ്റു പുരുഷന്മാരും ഇതുപോലെ തന്നെ വശ്യപ്രയോഗം ചെയ്ത് ഇവരുടെ ജീവിതം തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ഈ സ്ത്രീകൾ അവരിലേക്ക് ആകർഷണമായി വരും. അങ്ങനെ ആകർഷണമായി ഇവർ നമ്മുടെ കുടുംബത്തിൽ നിന്നും അകന്നു പോകേണ്ടി വന്ന ഒരവസ്ഥ വന്നാൽ അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരേണ്ടത് ആ കുടുംബത്തിൻ്റെയും കൂടി കടമയാണ്. കാരണം സ്വമനസാൽ അല്ലാത്ത തരത്തിലുള്ള പൈശാചികതയിൽ അവർ മയങ്ങിപ്പോയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള സ്ത്രീകളെ അല്ലെങ്കിൽ ഭാര്യമാരെ അല്ലെങ്കിൽ കാമുകിമാരെ ഇഷ്ടപ്പെടുന്ന സ്ത്രീ ആരാണെങ്കിലും അവരെ നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരേണ്ടത് ഇവരുടെ ആവശ്യമായി വരുമ്പോഴാണ് നമ്മളിത് ചെയ്യുക. അല്ലാതെ വെറുതെ നടക്കുന്ന സ്ത്രീകളെ മോഹിക്കുന്നു, അവരുടെ സൗന്ദര്യം, അവരുടെ പണം ഒക്കെ കണ്ടിട്ട് നമ്മൾ ആകർഷിക്കാൻ വേണ്ടി ഈ മന്ത്രപ്രയോഗം ഒരിക്കലും ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ വളരെയധികം ദോഷമായിട്ട് വരും. പല പല ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട്, നല്ലൊരു പണക്കാരി പെണ്ണുണ്ട്, അതിനെ വളയ്ക്കാൻ വേണ്ടിയിട്ടൊരു മന്ത്രം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. അത് ഞാൻ ആകെ കഷ്ടപ്പാടാണ്, ആ പെണ്ണ് എനിക്ക് വശമാവുകയാണെങ്കിൽ അവൾ ഭയങ്കര പൈസക്കാരിയാണ്, അവൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം, ശാരീരികമായിട്ടുള്ള ബന്ധങ്ങൾ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം, അതിന് കൂലി പോലെ എന്തെങ്കിലും ആ പെണ്ണിൽ നിന്നും അനുകൂലം കൈപ്പറ്റാൻ വേണ്ടി വശ്യം ചെയ്യാൻ വേണ്ടി എത്രയോ ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഇതൊന്നും നമ്മൾ ഒരിക്കലും ആർക്കും ചെയ്തു കൊടുക്കാറില്ല. കാരണം ഒരു ദാമ്പത്യ ജീവിതമോ കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്കോ കെട്ടുറപ്പിനോ വരുന്ന ദുർവിനിയോഗമായിട്ട് ചെയ്യരുതെന്ന് പ്രത്യേകം പറയാണ്. അപ്പോൾ ഈ മന്ത്രം ജപിക്കുന്നേക്കാൾ മുമ്പ് ഈ വശ്യമന്ത്രം കണ്ടെത്തിയ ഋഷീശ്വരനെ നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം ഭഗവാനെ എൻ്റെ ഇഷ്ടപ്പെട്ട ആ പെണ്ണാണെങ്കിൽ ഇഷ്ടപ്പെട്ട അവൾ തിരിച്ചു വരണേ, എൻ്റെ ഭാര്യ തിരിച്ചു വരണേ, ഈ മന്ത്രത്തിന് ഫലം ഉണ്ടാവണേ എന്നൊക്കെ നന്നായി പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അത് നമ്മൾ വെള്ളത്തിലാണെങ്കിൽ ആ വെള്ളം നല്ല അതിൽ നോക്കിയിട്ട് ജപിക്കുക. നമുക്ക് ആടലോടകവും അതുപോലെ തന്നെ അശ്വഗന്ധം കൂടി ഉള്ളതിലാണെങ്കിൽ അതിൽ നോക്കി ജപിക്കുക. അതിൽ നോക്കി ജപിച്ചിട്ടാണ് നമ്മളിത് അത് പലവട്ടായിട്ട് കുടിക്കുക. ഇത് കുടിക്കുന്ന വെള്ളത്തിലാകുമ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു 1008 പ്രാവശ്യം ജപിച്ചിട്ട് ആദ്യം കൊടുത്തിട്ട് പിന്നെ നമ്മൾ 108 തവണ വീതം ജപിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അതെന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വിരോധവും മാറിയിട്ട് വന്നോളുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇത് 7 തവണയെങ്കിലും നമ്മളിത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വിരോധങ്ങളൊക്കെ മാറി നമ്മളിലേക്ക് അനുകൂലമായി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മന്ത്രം. ഇത് ജപിച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് ഓം നമഃശിവായ എന്നും ഓം നമോ നാരായണായ നമാന്നും ജപിക്കുക. രാവിലെ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും ജപിച്ച് വെക്കാം. നമുക്ക് സൗകര്യത്തിനനുസരിച്ച് ഇത് കൊടുത്താൽ മതി. അപ്പോൾ മന്ത്രം ഇതാ: ഓം നമോ ക്ഷിപ്രകാമിനി ആമുഖിം മേ വശമാനയ സ്വാഹ. ഓം നമോ ക്ഷിപ്രകാമിനി ആമുഖിം മേ വശമാനയ സ്വാഹ. ഈ ആമുഖിം എന്നുള്ളിടത്താണ് നമ്മൾ ഇവരുടെ പേര് ചേർക്കേണ്ടത്. അത് പ്രത്യേകം ആയിട്ട് എടുത്ത് പറയാണ്. ഓം നമോ ക്ഷിപ്രകാമിനി ആമുഖിം മേ എന്നുള്ളത് അവരുടെ പേരും നാളും ചേർത്തുകൊണ്ട്
വശമാനയ സ്വാഹ എന്നാണ് നമ്മൾ ജപിക്കേണ്ടത്. ജപിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലെ വിരോധങ്ങളൊക്കെ മാറി നമ്മളിലേക്ക് ആയി വരും. ജീവിതം എല്ലാ തരത്തിലും സന്തുഷ്ടവും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കൊണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കൊണ്ടും അധികം മാനസികമായിട്ട് തളരേണ്ടി വന്ന ഒരുപാട് പേരുടെ വിളികളും എന്താ പറയുക, ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഇടുന്നത്. അത് നല്ല രീതിയിൽ നല്ല കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കാം. വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും